NSSനെയും SNDPയെയും തമ്മിൽ തല്ലിച്ചത് UDF എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇനി NSSുമായി കലഹമില്ലെന്നും സമരസപ്പെടുമെന്നും വെള്ളാപ്പള്ളി. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണ് ഇതെന്നും വെള്ളാപ്പള്ളി നടേശൻ. എനിക്ക് അത്ര ആയിത്തൊന്നും എനിക്കില്ല. ചെല്ലണം കാണണം എന്ന് പറഞ്ഞപ്പോൾ ഒരു NSSുമായിട്ട് എന്തിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്? അവരുമായിട്ട് പിണങ്ങിയിട്ട് എന്ത് കാര്യം? പിണങ്ങിയിട്ട് എന്ത് കിട്ടി? അവരുമായിട്ട് യുദ്ധം ചെയ്യിപ്പിച്ചത് ആര്? ഈ കുരങ്ങനെ കൊണ്ട് ചൂടിയോറ് മാന്തിക്കുകയല്ല ചെയ്തത്. സംവരണ കാര്യമല്ല അവരുമായിട്ടുള്ള തർക്കം എല്ലാം പറയുന്ന നേതാവേ. ഈ സംവരണത്തിൽ എന്ത് നേടി? നായാടി തൊട്ട് നസ്രാണി വരെ ആയി. നസ്രാണികൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിഷമത്തിലാണ്. അവർ പലരും പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അവരിന്ന് ഭയന്ന് ജീവിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ഉന്നയിച്ചത്. വർഗീയവാദികൾക്ക് കുടപിടിച്ച് ആ തണലിൽ നിൽക്കുന്നയാളാണ് VD സതീശൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഈ സതീശൻ കാണുന്നെങ്കിൽ അയാളൊക്കെ ഊളംപാറയ്ക്ക് അയക്കണ്ടേ? കാരണം ഏറ്റവും വർഗീയവാദികളായ ആളുകൾക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട് ആ കൊടയുടെ തണലിൽ അവർ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവരെ മതേതരത്വം പറയും. അവർക്കെല്ലാം കൊട പിടിച്ച് ഇനി അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടാനും ആശീർവാദങ്ങൾ നേടാനും വേണ്ടിയിട്ട് ആണ് ഈ കൊടപിടുത്തം. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും രാജാവിനേക്കാൾ വലിയ രാജഭക്തിയല്ലേ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും നാളെ പല സ്ഥാനങ്ങളിലും അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.